ഇനി പെട്ടെന്ന് അങ്ങ് ചെന്ന് ലൈസൻസ് എടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കുറച്ച് പാടുപെട്ടാൽ മാത്രമേ ഇനി ലൈസൻസ് കിട്ടൂ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ഡ്രൈവിംഗ് പരീക്ഷ ജയിച്ചാലുടൻ ലൈസൻസ് നൽകുന്ന പരമ്പരാഗത രീതിക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്താൻ ഒരുങ്ങുന്നു. 6 മാസത്തെയോ 1 വർഷത്തെയോ കാലയളവിൽ നിരീക്ഷണ അടിസ്ഥാനത്തിലുള്ള, അതായത് പ്രൊബേഷണറി ലൈസൻസ് ഏർപ്പെടുത്താനാണ് ആലോചന. ആദ്യം പ്രൊബേഷണറി ലൈസൻസ് ആവും നൽകുക. ഇക്കാലയളവിൽ അപകടരഹിത യാത്ര ഉറപ്പാക്കിയാൽ മാത്രമേ ലൈസൻസ് നൽകൂ. ഇത്തരത്തിൽ പ്രൊബേഷണറി ലൈസൻസ് നൽകുന്ന രാജ്യങ്ങളുടെ വിവരം വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഡ്രൈവർ കൂടുതൽ പ്രായോഗിക അറിവും പ്രാഗൽഭ്യവും നേടുകയെന്നത് ലക്ഷ്യത്തോടെയാണ് പരിഷ്കാരം. ലൈസൻസ് കിട്ടിയാൽ ഉടൻ വാഹനവുമായി പായുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. ആലപ്പുഴയിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാർ ഓടിച്ചത് 5 മാസം മുമ്പ് ലൈസൻസ് കിട്ടിയ വിദ്യാർത്ഥിയായിരുന്നു. അതിവേഗത്തിലായിരുന്നില്ല എങ്കിലും പരിചയക്കുറവ് അപകട കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയിരുന്നു. അപകടരഹിത യാത്ര ഉറപ്പാക്കി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം രൂപപ്പെടുത്തലാണ് പരിഷ്കാരത്തിന്റെ ഉദ്ദേശമെന്നും ഇതിനുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നും ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളിൽ കാതലായ മാറ്റവും വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. ലേണേഴ്സ് പരീക്ഷ പരിഷ്കരിക്കും. ഡ്രൈവിംഗിലെ പ്രായോഗിക പരിജ്ഞാനം സംബന്ധിച്ച ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടും. നെഗറ്റീവ് മാർക്കും വരും. ഇത് 3 മാസത്തിനകം നടപ്പാക്കുകയും ചെയ്യും. ട്രാക്ക്, റോഡ് ഡ്രൈവിംഗ് പരീക്ഷാ സംവിധാനം, അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നതോടെ മെച്ചപ്പെടുമെന്നതാണ് പ്രതീക്ഷ. H, 8 എന്നിവ ഒഴിവാക്കി സംസ്ഥാനത്തെ റോഡുകളിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ നേരിടുന്ന രീതിയിലാകും ട്രാക്ക് ടെസ്റ്റ് നടത്തുക എന്ന് കമ്മീഷണർ പറയുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ കർശന നിബന്ധന ഏർപ്പെടുത്തും. ലേണേഴ്സ് കഴിഞ്ഞ 6 മാസം മുതൽ 1 വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കും. ഈ സമയം അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാത്രം യഥാർത്ഥ ലൈസൻസ് നൽകേണ്ടതുള്ളൂ എന്നിവയടക്കം പരിഗണനയിലുണ്ട്. ലേണേഴ്സ് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തിയററ്റിക്കൽ അറിവ് കൂടുതൽ ഉണ്ടാവണം. ലേണേഴ്സ് പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കും ഉൾപ്പെടുത്തണം. H-ഉം 8-ഉം മാത്രം എടുക്കുന്ന രീതി മാറ്റണമെന്നും അക്രഡിറ്റഡ് ഡ്രൈവിംഗ് കൂടുതൽ വരുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്നും നാഗരാജു വ്യക്തമാക്കി. സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലാതെയോ ഓടിക്കാൻ കൈമാറാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ വാഹനം വാടകയ്ക്ക് നൽകിയതായി കണക്കാക്കാനാകുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. ഇതോടെ ലൈസൻസ് എടുക്കുക എന്നത് കുറച്ച് പാടായിരിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്.